അച്ഛേ, ഈ അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് പറഞ്ഞ എന്താ? അത് പിന്നെ വെച്ചാ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് വെച്ചാൽ നമ്മുടെ രാമായണ കഥകളൊക്കെ അറിയത്തില്ലേ, കുറച്ചൊക്കെ അറിയത്തില്ലേ ദർശനം? അതിലെ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്ന കഥയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ളത്. ഇതിൻ്റെ ഒരു വലിയ അർത്ഥമുള്ളൊരു പദമാണ്. എന്താണെന്ന് വെച്ചാൽ കഥ ആദ്യം അച്ഛൻ പറയാം. എന്താ? അതായത് രാമരാവണ യുദ്ധം നടന്നത് കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ രാമൻ ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക്, അതായത് രാവണൻ സീതയെ അടിച്ചുകൊണ്ടുപോയി. അതായത് ഭഗവാന്റെ ഭഗ്നിയായിട്ടുള്ള സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി, ലങ്കയിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പം ലങ്കയിലേക്ക് കൊണ്ടുപോയപ്പോൾ സീതയെ തിരിച്ചു കൊണ്ടുവരണമല്ലോ. അപ്പൊ രാമനും രാമന്റെ സഹായിയായിട്ടുള്ള വാനര സംഘങ്ങൾ, സഹായികളായിട്ടുള്ള ഹനുമാന് ആൻഡ് ടീമുകളും കൂടെ എന്ത് ചെയ്തു? ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സമുദ്രം കടന്നു വേണമല്ലോ പോകുവാൻ. സമുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഭാരതത്തിന്റെ എൻഡിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകണമെങ്കിൽ സമുദ്രം കടന്നു വേണം. അപ്പോൾ എന്ത് ചെയ്തു? ഇവര് പാലം നിർമ്മിക്കാൻ തുടങ്ങി. പാലം ഇന്നത്തെ പോലെ കോൺക്രീറ്റോ കമ്പിയോ ഒന്നും ഇല്ലല്ലോ. എല്ലാം കല്ലുകളും മണലുകളും മണ്ണും ഒക്കെ വെച്ചാണ് ഇത് പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ കൂട്ടത്തില് ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കും. വീക്ഷിച്ചപ്പോ അവന് തോന്നി, രാമപ്രഭുവിനെ ഒന്ന് സഹായിച്ചാലോ. മനസ്സിലായോ? രാമപ്രഭുവിനെ സഹായിക്കാനായിട്ട് ഈ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു? അവരുടെ അടുത്തേക്ക് ചെല്ലും. അപ്പം അവൻ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞപ്പോ ഇവൻ എന്ത് ചെയ്തു? സമുദ്രത്തിലെ ജലത്തിൽ പോയി മുങ്ങിയിട്ട്, അതായത് വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇവൻ ഓടി വന്ന മണലിൽ കിടന്നു ഉരുണ്ടിട്ട് പോയി ഇവർ ഈ ബ്രിഡ്ജ് ചെയ്യുന്ന ഈ പാലം കെട്ടുന്ന ഭാഗത്തേക്ക് ചെന്നിട്ട് ഇതൊന്നും കുടഞ്ഞപ്പോൾ ഇവന്റെ ഈ ദേഹത്തുള്ള മണ്ണുകളെല്ലാം അവിടെ കൊഴിഞ്ഞു വീഴും. വീണ്ടും ഇവൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയി മുങ്ങുന്നു, തിരിച്ചു വരുന്നു, മണലിൽ കിടന്നുരുളുന്നു, പോയി കുടയുന്നു. ഇത് പല ആവർത്തി ചെയ്തപ്പോൾ എന്താണ്, അത് ചെറിയ ജീവി അവനാൽ കഴിയുന്ന ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തമ്പുരാന് ഒരു കൗതുകം തോന്നിയിട്ട് ഇവനെ വിളിച്ച് അവന്റെ പുറത്ത് 3 വിരൽ കൊണ്ടൊരു തലോടിയപ്പോൾ ഉണ്ടായ വരയാണ് ഈ അണ്ണാറക്കണ്ണന്റെ മുതുകത്തുള്ള വര എന്നൊരു ഐതിഹ്യമുണ്ട്, ഒരു കഥയുണ്ട്. അപ്പോൾ അത് ഇതിനകത്തുനിന്ന് ദർശൻ ചോദിച്ച ആ ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം, ഒരു ചെറിയ ജീവിയായ അണ്ണാറക്കണ്ണൻ അവനാൽ കഴിയുന്ന സഹായം എന്തുവാ തമ്പുരാന് വേണ്ടി ചെയ്യുകയാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നമ്മുടെ മുതിർന്നവർ നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ചെറിയവൻ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി അച്ഛനെ അമ്മയെ അവനെ കണ്ട് വീട്ടുജോലിയിലൊക്കെ സഹായിക്കുമ്പോൾ ഈ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അണ്ണാറക്കണ്ണനും അവനെ കൊണ്ട് കഴിയുന്ന, അല്ലെങ്കിൽ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറയാറുണ്ട്. ഒരു എളിയവൻ ഒരു ഇച്ചിരി വലിയ ടീമിനെയോ അല്ലെങ്കിൽ ഒരു ഇച്ചിരിയുടെ സമൂഹത്തിന് വേണ്ടി ഒരു നല്ല കാര്യം അവനെ കൊണ്ട് പറ്റുന്നതിൽ ഉപരിയായിട്ട് ചെയ്യുമ്പോഴും ഈ പദം ഉപയോഗിക്കാറുണ്ട്. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ചിലയിടത്ത് ഇത് പറയും അണ്ണാറക്കണ്ണനും തന്നാലായത്. മനസ്സിലായോ ദർശനം? അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കൊച്ചു വർത്തമാനത്തില് അണ്ണാൻ കുഞ്ഞും തന്നാലായത്, ചില ഭാഗങ്ങളിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നും പറയാറുണ്ട്. ഈ പഴമൊഴിയെ ആസ്പദമാക്കിയുള്ള ഒരു കാര്യം ഇന്ന് ഞങ്ങൾ നടത്തിയത്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ.